മാന്യ ശ്രോതാക്കൾക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 55 വർഷങ്ങളിൽ നാടക അരങ്ങിൽ തിളങ്ങി നിന്ന നടൻ സിനിമ, സീരിയൽ രംഗങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും രാഷ്ട്രീയ, സാമൂഹ്യ, കലാ, സാംസ്കാരിക രംഗങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ കടയ്ക്കാവൂർ ഓവർ ബ്രിഡ്ജിന് സമീപം അമ്മ വീട്ടിൽ വക്കം മാധവൻ. സാമൂഹിക, കലാ, സാംസ്കാരിക രംഗങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും തിളങ്ങി നിന്ന സുനി പി കൈക്കര വക്കം മാധവൻ സാറുമായി അഭിമുഖ സംഭാഷണം നടത്തുന്നു. നമസ്കാരം. നാടകരംഗത്ത് തിളങ്ങി നിന്ന മഹാപ്രതിഭയ്ക്ക് എൻ്റെ ഗുരുവന്ദനം. നമസ്കാരം. ഇപ്പോൾ താങ്കൾ വിശ്രമ ജീവിതത്തിലാണ്. അത് ഇപ്പോഴത്തെ താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ താങ്കളുടെ ജീവിത സാഹചര്യം കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? ഇപ്പോഴത്തെ ജീവിത സാഹചര്യം 79-80 വയസ്സാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പരിതാപകരമായ ഒരു കാലഘട്ടമാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്. വാർദ്ധക്യത്തെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മറ്റ് ജനങ്ങളുടെയും സഹകരണവും സാമീപ്യവുമാണ് നമ്മളെ അക്കാര്യത്തിൽ ആ വേദന അറിയിക്കാൻ നടത്തുന്നത്. അതൊരു പരമപ്രധാനമായ കാര്യമാണ്. അക്കാര്യത്തിൽ ഞാൻ എന്തുകൊണ്ടും ധന്യനാണ്. സുഹൃത്തുക്കളും മകളും അതുപോലെ മരുമകനും അതുപോലെ മറ്റെല്ലാവരും എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നതിൽ അതിയായ സന്തോഷം ഉണ്ട്. സാറിൻ്റെ ആദ്യകാല നാടകങ്ങളെക്കുറിച്ചും സാറിൻ്റെ നാടക ജീവിത അനുഭവങ്ങളെക്കുറിച്ചും പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. എങ്ങനെയാണ് സാറ് ഈ നാടകത്തിൽ എത്തപ്പെടുന്നത്? സാറൊരു അധ്യാപകൻ കൂടിയായിരുന്നത്. അപ്പോൾ തീർച്ചയായും അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് താങ്കളുടെ സാന്നിധ്യം വളരെ സജീവമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾ ആദ്യമായി എത്തിയ ആ നാടകവും എങ്ങനെയാണ് താങ്കൾ ഈ നാടക ലോകത്തേക്ക് എത്തപ്പെടുന്നതെന്നും ഒന്ന് വിവരിക്കാം. അത് വളരെ സത്യസന്ധവും നിർവാച്യവുമായ മനോഹരമായൊരു ചോദ്യമാണ്. പക്ഷേ ഞാൻ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ ജനിച്ച കുടുംബാംഗമാണ്. കുട്ടിക്കാലത്ത് തന്നെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു എനിക്ക്. എങ്കിലും നാടകം എന്ന കലയോട് എനിക്ക് ഒടുങ്ങാത്ത ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു. ആ അഭിനിവേശത്തിൻ്റെ പേരിൽ നാടകത്തോട് എനിക്ക് തോന്നിയ പ്രേമമാണ് എന്നെ ഇന്ന് വലിയവനാക്കുന്നതിന് ഏറ്റവും ഉത്തേജകമായി മാറിയത്. ഇന്ന് നാം ഇരുന്ന് സംസാരിക്കുന്ന ഈ വീടും ഭൂമിയും എല്ലാം നാടകം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. മറ്റു ജോലികൾക്കൊന്നും പോയിട്ടില്ല. എങ്കിലും കുട്ടിക്കാലത്ത് ചൈരിയടിച്ചു പിന്നാനും അതുപോലെ കിളയ്ക്കാനും ഓല കിട്ടാനും പുരമേയാനും ഒക്കെ പോയിട്ടുണ്ട്. അതെനിക്കിന്ന് അഭിമാനമാണ് തോന്നുന്നത്. എന്നാലും മറ്റൊരാളിൻ്റെ ആശ്രയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊടുക്കാൻ എൻ്റെ വ്യക്തിത്വം എന്നെ അനുവദിച്ചിട്ടില്ല. എനിക്ക് എൻ്റേതായ ഒരു വ്യക്തിത്വം എൻ്റെ ജീവിതത്തിലും നിലനിർത്തണം എന്നുള്ളതുകൊണ്ട് മറ്റൊരു ജോലിക്ക് ഞാൻ പോയില്ല. നാടകം എൻ്റെ ജീവിത ലക്ഷ്യമാണെന്ന് ബോധ്യം വരികയും ആ നാടകത്തോട് അത്യധികമായ അഭിനിവേശം സൃഷ്ടിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്തു. വളരെ കുട്ടിക്കാലത്ത് തന്നെ കാക്കപ്പൊന്ന്, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അതുപോലെ വളരെ പ്രസിദ്ധങ്ങളായ നാടകങ്ങളിൽ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. അഭിനയിച്ചിട്ട് ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ പരവൂർ സമിതിയിൽ പോയിട്ട് തന്നെ എത്രയോ തവണ പോയ തവണയെല്ലാം ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. കാക്കപ്പൊന്ന് എന്ന നാടകത്തിൽ എനിക്ക് നല്ല അവതരണത്തിനും നല്ല നടനുമുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും ഉപരിയായി എനിക്ക് നാടകത്തോട് അത്യധികമായ
ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. പക്ഷേ ആ നാടകം എന്നെ ചതിച്ചില്ല. ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചെയ്തികളിൽ നിന്നും നേരെ വ്യത്യസ്തമായി നമുക്ക് അനിവാര്യമായത് എന്താണോ അത് നമുക്ക് നേടിയെടുക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും അത് എന്നെ ധന്യനാക്കുകയും ചെയ്തു. നാം ഇന്നിരുന്ന് സംസാരിക്കുന്ന ഈ 10 സെന്റ് ഭൂമിയും വീടും ഞാൻ നാടകം കളിച്ചുണ്ടാക്കിയതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അത്യധികമായ അഭിമാനം ഉണ്ട്. കാരണം ഒരിക്കലും നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു കലാകാരനോ കലാകാരിക്കോ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, ഒരു നേട്ടമല്ല അത്. കാരണം ഞാൻ കാളിദാസ കലാകേന്ദ്രം എന്ന നാടകത്തിൽ അഭിനയിക്കാനായി ചെല്ലുമ്പോൾ അതിൻ്റെ സംഘാടകനായ ഒ മാധവൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, പക്കം സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത് എന്ന് ഞാൻ അറിഞ്ഞു. സന്തോഷമുണ്ട്. ഞാനും അതുപോലെയാണ് വിവാഹം കഴിച്ചത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നാളെ മുതൽ അഭിനയിക്കുന്ന നാടകത്തിൻ്റെ ശമ്പളത്തിൽ ഒരു ഭാഗമേ ഞാൻ തരൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിൻ്റെ ഇത് വെച്ച് നിങ്ങൾ തീർക്കുന്നത്. അങ്ങനെ എൻ്റെ പിതൃതുല്യമായി, എൻ്റെ ആരാധ്യ പുരുഷനായി, എൻ്റെ കലാഗുരുവായി ഒ മാധവൻ ചേട്ടൻ എന്ന മനുഷ്യൻ്റെ പ്രേരണയും ആഗ്രഹവുമാണ് എനിക്ക് സ്വന്തമായി 10 സെന്റ് ഭൂമി വാങ്ങുന്നതിനും അതിലൊരു കെട്ടിടം നിർമ്മിക്കുന്നതിനും എൻ്റെ മകനെയും മകളെയും പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുന്നതിനും പ്രേരകമായി തീർന്നത് എന്ന് പറയുന്നതിൽ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് അത്യധികമായ അഭിമാനമുണ്ട്, അന്തസ്സുണ്ട്. സാറേ, ഈ പഴയകാല നാടക അവതരണ രീതിയും നമ്മുടെ ഇപ്പോഴത്തെ പുതിയ നാടക അവതരണ രീതിയും തമ്മിൽ പ്രകടമായ പല വ്യത്യാസങ്ങളുമുണ്ട്. അതിൻ്റെ ശബ്ദ അനുകരണത്തിലും അതോടൊപ്പം തന്നെ നാടകം ചിട്ടപ്പെടുത്തുന്ന രീതിയിലുമൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ പഴയകാല നാടക അവതരണ രീതിയാണോ, അതോ ഇപ്പോഴത്തെ നാടക അവതരണ രീതിയാണോ, അതോ ഇത് തമ്മിലൊന്നും വ്യത്യാസം ഇല്ലേ? പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകരെ കൂടുതൽ നാടകത്തിലേക്ക് ആകർഷിക്കാൻ ഉതകുന്ന രീതിയിൽ ഇപ്പോഴത്തെ നാടകങ്ങൾ മാറുന്നുണ്ടോ? നാടകം വളരെ പ്രശസ്തമായ ഒരു കലയാണ്. കല എന്ന് പറയുമ്പോൾ നാടകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദീർഘമായ ഒരു വീക്ഷണമുണ്ട്. നാടകത്തിനെ സംബന്ധിക്കുന്ന വിശദീകരണങ്ങളിലേക്ക് പോയാൽ ഈ ചർച്ച ഇന്ന് അവസാനിക്കുകയില്ല. അതുകൊണ്ട് വളരെ ലളിതമായി ഞാൻ പറയാം. കൽ എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് കല എന്ന വാക്കുണ്ടാകുന്നത്. ആനന്ദിപ്പിക്കുക, ആഹ്ലാദിപ്പിക്കുക എന്നാണ് വാക്കിനർത്ഥം. ഭരതമുനിയുടെ നാട്യശാസ്ത്രം ഉൾപ്പെടെയുള്ള ഏതേത് ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിച്ച് എഴുതിയ നാടകമാണെങ്കിലും അത് മനുഷ്യന് മനസ്സിലാകുന്ന തരത്തിൽ മനുഷ്യൻ്റെ ജീവിത സൗകര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന തരത്തിൽ മനുഷ്യനും സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം എത്രമാത്രം ശക്തിയേറിയതാണ് എന്ന് വ്യക്തമാക്കത്തക്ക രീതിയിലുള്ളതായിരിക്കണം എന്നത് അനിവാര്യമാണ്. നാടകത്തെ സംബന്ധിച്ചുള്ള അന്വേഷണ പരീക്ഷണങ്ങൾ മറ്റ് കലാസാഹിത്യ മാധ്യമങ്ങളെക്കാൾ ദുഷ്കരവും സങ്കീർണവുമാണ്. മറ്റ് കലാസാഹിത്യ മാധ്യമങ്ങളിൽ സൃഷ്ടാവും ശ്രോതാവും തമ്മിലാണ് സംവദിക്കുന്നത്. എന്നാൽ നാടകത്തിലാകട്ടെ മൂന്നാമതൊരു ശക്തമായ ഭാഗം കൂടിയുണ്ട്. അത് എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ ഭാഗം എന്ന് പറയാൻ കാരണം മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആനന്ദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആനന്ദിപ്പിക്കുക എന്ന് പറയുന്നതിനുപരിയായി അതിന് ഏറ്റവും ശക്തമായിരിക്കേണ്ടത് എന്തായിരിക്കണം എന്ന് തെളിയിക്കണം. പഴയ നാടകം എന്ന് പറയുമ്പോൾ വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ളതും മനുഷ്യൻ്റെ ജീവിതചര്യയെ മനോഹരമായി പ്രതിപാദിക്കുന്നതുമാണ്. ഇപ്പോൾ ഏത് നാടകമായിരുന്നാലും ശരി, അത് കലാകാരൻ്റെ അഭിവൃദ്ധി എന്നത് മാത്രമല്ല, സമൂഹത്തിൻ്റെ, മനുഷ്യൻ്റെ
മനുഷ്യന്റെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ് നാടകങ്ങൾ മിക്കവരെയും. ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ നാടകം 1952 KPSC എന്ന് പറയുന്ന പുതിയ തോപ്പിൽ ഫാസിയുടെ പുതിയ നാടക സമിതി രൂപീകരിക്കപ്പെടുന്നത്. അന്ന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം കൊണ്ട് തന്നെ മലയാള നാടക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം എത്രയെത്ര നാടകങ്ങൾ, അതുപോലെ NN പിള്ളയുടെ നാടകങ്ങൾ. നാടകത്തെ സംബന്ധിച്ചുള്ള അന്വേഷണ പരീക്ഷണങ്ങൾ മറ്റ് കലാ സാഹിത്യ മാധ്യമങ്ങളെക്കാൾ ദുഷ്കരവും സങ്കീർണവുമാണ്. മറ്റ് കലാ സാഹിത്യ മാധ്യമങ്ങളിൽ സൃഷ്ടാവും ശ്രോതാവും തമ്മിലാണ് സംവദിക്കുന്നത്. എന്നാൽ നാടകത്തിലാകട്ടെ മൂന്നാമതൊരു സുപ്രധാന ഘടകം കൂടിയുണ്ട്, അരങ്ങ്. അരങ്ങിലുള്ളവരെ പ്രബുദ്ധരാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അക്കാര്യത്തിൽ പഴയകാല നാടകങ്ങൾ എന്തുകൊണ്ടും വളരെ ശക്തമായിരുന്നു, ശ്രദ്ധേയമായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇന്നത്തെ നാടകങ്ങളും സിനിമകളും ഒരു മനുഷ്യന്റെ ജീവിതചര്യയെ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നശിപ്പിക്കുക എന്നല്ലാതെ നാടകത്തോട് നീതി പുലർത്തുന്ന 100% നാടകങ്ങളില്ല എന്നതാണ്. 10% മാത്രമാണ് നീതി പുലർത്തുന്ന നാടകങ്ങൾ ഉള്ളതെന്ന് പറയുന്നതിൽ ഖേദമുണ്ടെങ്കിലും എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു കലാകാരൻ എന്ന രീതിയിൽ ഞാനത് പറയുന്നത് എന്തുകൊണ്ടും അനൗചിത്യമാണെന്ന് അറിയാമെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുകയാണ്. അങ്ങനെയാണ് നാടകം ഈ സമൂഹത്തിൽ നാം ഇന്ന് കാണുന്ന എല്ലാ സാംസ്കാരിക പരിവർത്തനത്തിൻ്റെയും മൂലബിന്ദു എന്ന് പറയുന്നത് നാടകം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. 1952 KPSC തുടങ്ങി വെച്ച നാടക സാംസ്കാരിക പൈതൃകം ഇന്ന് മാറ്റിമറിച്ച മാറ്റങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. സമൂഹത്തിനെന്ന് മാത്രമല്ല, ഈ എല്ലാ ലോകത്തിനും, എല്ലാ ജനങ്ങൾക്കും, എല്ലാ സമൂഹത്തിനും, എല്ലാ തലത്തിലും നാടകം ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുന്നു. വെറും 10% മാത്രമാണ് നാടകത്തിന്റെ സത്യസന്ധതയെ, നാടകത്തിന്റെ ആധികാരിക ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യന്റെ പുരോഗതിയെ, മനുഷ്യന്റെ ജീവിത ദുഃഖങ്ങളെ സത്യസന്ധമായി ആവിഷ്കരിക്കുന്ന നാടകങ്ങൾ ഉള്ളൂ എന്ന് പറയുന്നത് ദുഃഖമുണ്ട്, വളരെയേറെ പ്രയാസമുണ്ട്. എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറയുകയാണ്.